ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക്. ഇന്ന് ഞാൻ എൻ്റെ കുട്ടി കൂട്ടുകാർക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഇതിഹാസ പുരാണമായ മഹാഭാരതത്തിൽ നിന്നും എടുത്തിട്ടുള്ളൊരു കഥയാണ്. മഹാഭാരതത്തിൽ പഞ്ചപാണ്ഡവന്മാരിൽ മൂന്നാമനായ അർജുനനും കിരാതമൂർത്തിയുടെ വേഷത്തിൽ വന്ന ഭഗവാൻ പരമേശ്വരനും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായ കഥയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ അച്ഛനമ്മമാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി കുട്ടികളെ അടുത്തിരുത്തി കാണുക. ഈ കഥ നടക്കുന്നത് ഒരു വനത്തിലാണ്. പഞ്ചപാണ്ഡവന്മാർ താങ്കളുടെ യുദ്ധം ജയിക്കുവാൻ വേണ്ടി വനവാസകാലമായിരുന്നു. അവർ അവരുടെ ഇഷ്ടദേവനെ തപസ് ചെയ്യുകയായിരുന്നു. നമ്മുടെ അർജുനനാണെങ്കിലോ ഭഗവാൻ പരമേശ്വരനെയാണ് തപസ് ചെയ്തത്. തൻ്റെ ശക്തിയും ഇതെല്ലാം വർദ്ധിക്കാൻ വേണ്ടി, ശക്തിയും ബുദ്ധിയും മറ്റുമെല്ലാം വർദ്ധിക്കുവാൻ വേണ്ടിയിട്ട് അർജുനൻ പരമേശ്വര ഭഗവാനെ തപസ് ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ കുറേ നാളുകൾക്ക് ഉള്ള തപസ്സിന് ശേഷം ഭഗവാൻ പരമേശ്വരൻ അർജുനനെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഭഗവാൻ കിരാതമൂർത്തി, അതായത് ഒരു കാട്ടാളൻ്റെ വേഷം മാറി വന്നു. എന്നിട്ട് അപ്പോഴതാ അർജുനന്റെ മുന്നിൽ ഒരു പന്നിയും പ്രത്യക്ഷപ്പെട്ടു. അർജുനൻ ഒന്നും നോക്കിയില്ല, ആ പന്നിയെ നേരെ അമ്പ് ചെയ്തു. അപ്പോൾ അതിൻ്റെ പുറകെ തന്നെ മറ്റൊരാളും അമ്പ് ചെയ്യുന്നുണ്ടായി. അമ്പെടുക്കാൻ ചെന്ന അർജുനൻ, അതാ അത്ഭുതമെന്ന് പറയട്ടെ, കണ്ട കാഴ്ച എന്താ, വേറൊരാൾ കൂടെ ആ പന്നിയെ അമ്പ് ചെയ്തേക്കുന്ന ഒരു കാഴ്ച. അർജുനൻ ഇതുവരെ കണ്ടു പരിചയമില്ലാത്ത ഒരു തരത്തിലുള്ള അമ്പ്. അപ്പോഴതാ കൂകി വിളിച്ചൊരു കൂട്ടം ആളുകൾ വരുന്നു. ആരായിരുന്നു? കിരാതന്മാര്, അല്ലെങ്കിൽ കാട്ടാളന്മാര്. കാര്യം എന്താ, കിരാതന്മാരുടെ രാജാവായിരുന്നു അമ്പ് ചെയ്തത്. അപ്പോൾ അർജുനന് കാര്യം മനസ്സിലായി. അർജുനൻ ചോദിച്ചു, അല്ലയോ നിങ്ങൾ കിരാതവംശത്തിൽപ്പെട്ട കാട്ടാളന്മാരല്ലേ, എന്താ നിങ്ങൾ ഇവിടെ? അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ മഹാരാജാവാണ് ഇത് അമ്പ് ചെയ്തത്, ആ പന്നിയെ ഞങ്ങൾക്ക് വിട്ടുതരൂ എന്ന് പറഞ്ഞു. അപ്പോൾ അർജുനൻ പറഞ്ഞു, ശരി, നിങ്ങൾ ഈ പന്നിയെ എടുത്തോളൂ, എന്നാൽ ഞാൻ എൻ്റെ അമ്പൊന്ന് വലിച്ചു ഊരട്ടെ. എന്നിട്ട് അർജുനൻ ഒരു കാര്യവും കൂടെ പറഞ്ഞു, ശരിക്കും എനിക്കാണ് അവകാശം, കാര്യം എന്താ, ഞാനാണ് ആദ്യം അമ്പ് ചെയ്തത്, നിങ്ങളുടെ രാജാവല്ല എന്ന് പറഞ്ഞു. അപ്പോൾ കാട്ടാളന്മാരിൽ ഒരാൾ പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, കിരാതമൂർത്തേ, ഇത് അങ്ങേ അപമാനിക്കുന്നതിന് തുല്യമാണ്, ഇത് നമ്മളെ വിട്ടുകൊടുക്കാൻ പാടില്ല. അപ്പോൾ കിരാതമൂർത്തി ചോദിച്ചു, ഓഹോ അങ്ങനെയോ, എങ്കിൽ അർജുന, എൻ്റെ അടുത്ത് നീ ഒന്ന് യുദ്ധം ചെയ്യൂ, യുദ്ധത്തിൽ നീ ജയിക്കുകയാണെങ്കിൽ നീ കേമനാണെന്ന് ഞാൻ പറയാം എന്ന് കാട്ടാളൻ പറഞ്ഞു. അപ്പോൾ അർജുനൻ ആ ആജ്ഞ ശിരസാ വഹിച്ചു. ശരി, ഞാൻ യുദ്ധത്തിൽ ഏർപ്പെടാം. അപ്പോൾ കിരാതമൂർത്തി തൻ്റെ വാൾ ഉയർത്തിപ്പിടിച്ചു. അർജുനനും തൻ്റെ വാളെടുത്തു. അങ്ങനെ ഇരുവരും ഘോര യുദ്ധമായിരുന്നു. യുദ്ധം കണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പേടിച്ചു പോയി. അവസാനം അർജുനനാണെന്നുണ്ടെങ്കിൽ യുദ്ധം ജയിക്കാനും പറ്റുന്നില്ല, കാട്ടാളൻ യുദ്ധത്തിൽ മുന്നേറി വരുന്നു. അപ്പോൾ അർജുനനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചിക്കുവാണ്, എൻ്റെ അത്രയും ധൈര്യശാലിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, വേറെ ആരുമില്ലല്ലോ ഇങ്ങനെ ഇത്ര നേരം യുദ്ധം ചെയ്യുന്നത്, എൻ്റെ ഒപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു മനുഷ്യനും ഇല്ലല്ലോ, ഇത് ഞാൻ ഈ കാണുന്നത്, അർജുനൻ ഇങ്ങനെ വിചാരിക്കുവാണ്. അതുമാത്രമല്ല, കിരാതമൂർത്തിയോട് അർജുനൻ പറയുകയും ചെയ്തു, ഞാൻ എല്ലാ വിദ്യയും പ്രാപ്തമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഞാൻ ഹസ്തനപുരത്തിലുള്ളതാണ്, ഞാൻ സകല വിദ്യകളും പഠിച്ചിരിക്കുകയാണ്, അപ്പോൾ പിന്നെ എനിക്ക് യുദ്ധം ചെയ്യാൻ പ്രയാസമില്ല എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു. അർജുനൻ ആകെ അബദ്ധമായി പോയി ഈ വെല്ലുവിളി. കാര്യം എന്താ, യുദ്ധത്തിൽ അർജുനന് അടുക്കാൻ പോലും പറ്റുന്നില്ല കിരാതമൂർത്തിയുടെ അടുത്ത്. അപ്പോൾ അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അർജുനന് തൻ്റെ തെറ്റ് മനസ്സിലായി. അപ്പോഴതാ അർജുനന് കാര്യം പിടികിട്ടി, ഇത് മറ്റാരുമല്ല, ഭഗവാൻ പരമേശ്വരൻ എന്നെ പരീക്ഷിക്കാൻ വന്നിരിക്കുകയാണെന്ന്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാളെല്ലാം താഴെ വെച്ച് അർജുനൻ മുട്ടുകുത്തി നിന്ന് അപേക്ഷിച്ചു, ഭഗവാനെ, അങ്ങ് എന്നോട് ക്ഷമിക്കണം, അങ്ങേ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, അങ്ങയുടെ അടുത്ത് ഇനി യുദ്ധം ചെയ്യാൻ എനിക്കാവില്ല, ഭഗവാന്റെ അടുത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ യുദ്ധം ചെയ്യുന്നത് ഉചിതമല്ല, ഭഗവാൻ എന്നോട് ക്ഷമിച്ചാലും എന്ന് പറഞ്ഞു. അപ്പോൾ തൻ്റെ കിരാതമൂർത്തിയുടെ രൂപത്തിൽ നിന്നും ഭഗവാൻ പരമേശ്വരൻ യഥാർത്ഥ രൂപത്തിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, പുത്ര അർജുന, സാരില്ല, ഞാൻ അസ്ത്രം തരുന്നതിന് മുന്നേ നിന്നെ ഒന്ന് പരീക്ഷിക്കുകയായിരുന്നു. അപ്പോൾ അർജുനൻ പറഞ്ഞു, ഭഗവാനെ, ഞാൻ യോഗ്യനല്ല ഈ അസ്ത്രം സ്വീകരിക്കാൻ, ദയവായി ക്ഷമിച്ചാലും എന്ന് പറഞ്ഞു. അപ്പോഴതാ അവിടെ കിടന്നിരുന്ന പന്നി എന്തായി മാറി? ഇന്ദ്രഭഗവാനായി മാറി.
എന്നിട്ട് പരമേശ്വരൻ ഇന്ദ്രഭഗവാനോട് പറഞ്ഞു, അതോ ഇന്ദ്രഭഗവാനെ, അല്ലയോ ഇന്ദ്രഭഗവാനെ, താങ്കളുടെ പുത്രൻ തന്നെ പറയുന്നു ഈ അസ്ത്രം സ്വീകരിക്കാൻ പുത്രനായിട്ടില്ല എന്ന്. എന്താണിത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ദ്രഭഗവാൻ പറഞ്ഞു, സാരില്ല അർജുന, തൻ്റെ കഴിവിൽ ഒരിക്കലും അഹങ്കരിക്കാത്തവനാണ് ഉത്തമമായ മനുഷ്യൻ. അർജുന, നീ ആ അസ്ത്രം ദയവായി സ്വീകരിച്ചാലും എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ പരമേശ്വരൻ അർജുനൻ്റെ ധനുസ്സും തിരികെ നൽകി. അതുപോലെ തന്നെ പാശുപതാസ്ത്രം കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നീ വിജയം കൈവരിച്ചു വരിക അർജുന എന്ന് ഭഗവാൻ പരമേശ്വരൻ പറഞ്ഞു. അതുപോലെ തന്നെ ഭഗവാൻ പരമേശ്വരൻ പറഞ്ഞു, ഇവിടെ നിന്റെ തപസ്സും പൂർത്തിയാവുകയാണ്, നീ ഈ തപസ്സിലും വിജയിച്ചിരിക്കുന്നു അർജുന എന്ന് പറഞ്ഞു. അങ്ങനെ അർജുനന് തൻ്റെ ഗാണ്ഡീവം തിരിച്ച് കിട്ടുകയും ചെയ്തു. അതുകൂടാതെ തന്നെ പാശുപതാസ്ത്രത്തിൻ്റെ വിദ്യയും പരമേശ്വര ഭഗവാൻ പകർന്നു കൊടുത്തു. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് ഭഗവാൻ പരമേശ്വരനെ കിരാതമൂർത്തിയായി ലോകം ആരാധിക്കാൻ തുടങ്ങിയത്. നമ്മുടെ ആദിവാസികളുടെ ദൈവമായ കിരാതമൂർത്തി പരമേശ്വരനാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഈ കഥയിലെ ഗുണപാഠങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഗുണപാഠം, ഒരിക്കലും നമ്മൾ നമ്മുടെ കഴിവിൽ അഹങ്കരിക്കരുത്. രണ്ടാമത്തെ ഗുണപാഠം, ഒരിക്കലും നമ്മളെക്കാൾ കേമൻ മറ്റൊരാൾ ഇല്ല എന്ന അഹങ്കാരം നമുക്ക് ഉണ്ടാവരുത്. അങ്ങനെ നമ്മൾ ധരിക്കുകയും ചെയ്യരുത്. നമ്മളെക്കാൾ കേമൻ ഒരു 100 ആളുകൾ ഉണ്ടാകും. മൂന്നാമത്തത്, ഒരു ഉത്തമ മനുഷ്യൻ ഒരിക്കലും തൻ്റെ കഴിവിൽ അഹങ്കരിക്കില്ല. അതുകൂടാതെ തന്നെ നമ്മളൊരു കാര്യം വളരെ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിജയകരമാവും. ഇവിടെ അർജുനൻ്റെ തപസ് അങ്ങനെയായിരുന്നു. അർജുനൻ അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതുകൊണ്ട് എന്തായി? തപസ് വിജയിച്ചു. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു കഥയായി ഞാൻ വീണ്ടും വരുന്നവരെ എല്ലാവരും കാത്തിരിക്കും, അല്ലേ? അപ്പോൾ എൻ്റെ ഇന്നത്തെ കഥ ഇവിടെ നിർത്തുകയാണ്. അടുത്ത കഥയായി ഞാൻ വീണ്ടും വരും. ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.